അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നജാത്ത് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാറില്ല. എന്തുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്തത്? മൂന്നാളുകൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. ഈ മൂന്നാളുകളിൽ ഒരാളാണോ നാം എന്ന് നാം പരിശോധിക്കണം. ആണെങ്കിൽ നമുക്ക് അള്ളാഹു താല പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്നാമതായി മഹാന്മാര് പറയുന്നു, ആക്കിലുൽ ഹറാം, ഹറാം ഭക്ഷിച്ചവൻ അവന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. നാം ഹറാം ഭക്ഷിക്കാറുണ്ടോ? പലിശയുടെ മുതൽ ഭക്ഷിക്കാറുണ്ടോ? പലിശയ്ക്ക് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാറുണ്ടോ? മറ്റാരെയെങ്കിലും നാം പറ്റിച്ച് അവരുടെ പൈസ നാം കൈവശപ്പെടുത്താറുണ്ടോ? മറ്റേതെങ്കിലും രൂപത്തിൽ ഹറാമായ മുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് കയറിയിട്ടുണ്ടോ? സക്കാത്ത് കൊടുക്കേണ്ട വിഹിതം നാം പിടിച്ചു വച്ചിട്ടുണ്ടോ? നോമ്പിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പിന് പകരം കൊടുക്കേണ്ട മുദ്ദ് അരി അത് നാം പിടിച്ചു വച്ചിട്ടുണ്ടോ? മറ്റ് ഏതെങ്കിലും രൂപത്തിൽ നിർബന്ധമായ കാര്യങ്ങൾ അള്ളാഹു അനുഷ്ഠിക്കാൻ പറഞ്ഞത് സമ്പത്ത് മുടക്കിയുള്ള കാര്യങ്ങൾ നാം അനുഷ്ഠിക്കാതിരുന്നിട്ടുണ്ടോ? ചിന്തിക്കണം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം മാറി നിൽക്കണം. രണ്ടാമത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾ ആകാൻ കാരണമായ കാര്യം മഹാന്മാര് പഠിപ്പിക്കുന്നു. സ്വാഹിബുൽ ഐബ, പരദൂഷണം പറയുന്നവൻ, അവന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല എന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാറുണ്ടോ? മറ്റുള്ളവരെ പറ്റി മോശം പറയാറുണ്ടോ? നമ്മുടെ നാവ് കൊണ്ട് അനാവശ്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? മറ്റൊരാളെ വേദനിപ്പിക്കുന്ന സംസാരങ്ങൾ നമ്മുടെ നാവ് കൊണ്ട് വരാറുണ്ടോ? എങ്കിൽ തീർച്ചയായിട്ടും ഓർക്കുക, നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇജാബത്തുണ്ടാവുകയില്ല. മൂന്നാമത് മഹാന്മാര് പഠിപ്പിക്കുകയാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള മൂന്നാമത്തെ കാര്യം അസൂയ. ഒരാളുടെ അസൂയ ഉണ്ടെങ്കിൽ അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാവുകയില്ല. നാം പലപ്പോഴും അവകാശപ്പെടും എനിക്ക് ആരോടും അസൂയയില്ല എന്ന്. പക്ഷേ നാം അസൂയയെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് അസൂയ നമ്മിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അസൂയ ഒരാളിൽ ഉണ്ട് എന്നതിന്റെ അടയാളം, ഒരാൾക്കൊരു വിഷമം ഉണ്ടായാൽ ആ സമയത്ത് നമുക്ക് സന്തോഷമാണെങ്കിൽ തീർച്ചയായിട്ടും നാം അസൂയുള്ളവരിൽപ്പെട്ട ആളാണ്. സ്വർണം വില കുറഞ്ഞു, കൂട്ടുകാരന്റെ അടുക്കൽ കുറച്ച് സ്വർണമുണ്ട്, നമുക്ക് സന്തോഷമായി. അവന് കിട്ടുകയില്ല, അവനിൽ വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പലതും നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ മേഖലകൾ ചിന്തിച്ചാൽ നമുക്ക് അസൂയ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. തീർച്ചയായിട്ടും അസൂയുള്ളവന് പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല. കൂട്ടുകാരെ, അസൂയയെക്കുറിച്ച് നമ്മിൽ അസൂയയുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധി, അതിനെക്കുറിച്ചെല്ലാം ഇൻഷാ അല്ലാഹ് നജാത്ത് മീഡിയയിൽ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് വേണ്ടി